നമസ്കാരം. വളച്ചു കെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ചില രാഷ്ട്രീയക്കാരുടെയും ചില മാധ്യമങ്ങളുടെയും ഒക്കെ ആവേശം കാണണമെങ്കിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചില സംഭവങ്ങൾ നടക്കണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ചില കാര്യങ്ങൾ കാണുമ്പോൾ മാത്രം ആക്രോശിക്കുകയും ചില കാര്യങ്ങൾ കാണുമ്പോൾ ചത്തതുപോലെ ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്ന ഒരു അതിനിഗൂഢമായിട്ടുള്ള ചില പ്രവണത ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ സ്ഥാപനത്തിലൊരു ഇലയനങ്ങിയാൽ പിന്നെ ആ സ്ഥാപനത്തിന് നേർക്ക് സമരമായി, കലാപാഹ്വാനമായി, ഒപ്പം തന്നെ മാനേജ്മെൻറ്റിനെതിരെ കൊലവിളിയായി, ഒപ്പം ചാനൽ ചർച്ചകളായി ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നാൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നടന്നു കഴിഞ്ഞാൽ അതൊന്നും ഞാൻ അറിഞ്ഞില്ല, അതൊന്നും ഞാൻ കണ്ടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ചില കുറ്റകരമായിട്ടുള്ള ചില സംഭവങ്ങൾ, ചില സാഹചര്യങ്ങൾ കേരളത്തിൽ ഉരുത്തിരിയുന്നു. എന്താണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ, ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ? ക്രൈസ്തവ സ്ഥാപനങ്ങളെ വേട്ടയാടുന്നവരുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യമെന്ത്, അജണ്ടയെന്ത്? ഈ വിഷയത്തിൽ വളച്ചുകെട്ടാതെയുള്ള മറുപടിയുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ അഡ്വക്കേറ്റ് റോബിൻ പടിഞ്ഞാറേക്കുറ്റാണ്. അച്ഛാ, സ്വാഗതം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛാ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾ കാണുമ്പോൾ ചിലർക്ക് വല്ലാതങ്ങ് ഹാലിളകുന്നു? അവിടെ ഒരു ഇല അനങ്ങിയാൽ വലിയ രീതിയിലുള്ള സമര ആവേശം ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ മാത്രം നടക്കുന്നു. ഈ പക്ഷം ചേർന്നുള്ള ഈ ഒരു നിലപാട് അത് ഒരു മതേതര സമൂഹത്തിൽ ഭൂഷണമാണോ? എന്താണ് അതിൻ്റെ പിന്നിലുള്ള അജണ്ട? ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ വളർച്ച അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സോക്കോൾഡ് സാംസ്കാരിക കേരളം എന്ന് വെച്ചാൽ അത് സാംസ്കാരിക കേരളത്തിന്റെ അവകാശങ്ങൾ വരുന്നതല്ല, പക്ഷേ ഈ സോക്കോൾഡ് സാംസ്കാരിക നായകന്മാരും സോക്കോൾഡ് സാംസ്കാരിക കേരളവും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് ക്രൈസ്തവ സഭ ഈ നാടിന് കൊടുത്ത സംഭാവനകളും ക്രൈസ്തവ സഭ ഈ നാടിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മേഖലകളും അത് ഈ ചരിത്രത്തിന്റെ ഭാഗമല്ലാതെയാക്കുകയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതൊന്നും സേവനമല്ലെന്നും നമ്മളൊക്കെ വെറും ബിസിനസ്സുകാരായിട്ട് മാത്രം നമ്മളെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ തന്ത്രപരമായി ഒരുക്കുന്ന കെണികളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിദ്യാലയത്തിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ക്രൈസ്തവ ആശുപത്രിയിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രൈസ്തവ സ്ഥാപനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയങ്കര സംഭവമാക്കി അങ്ങോട്ട് മാറ്റുന്നു. ചാനലുകളിൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചർച്ച വെക്കുന്നു, സ്പെഷ്യൽ പ്രോഗ്രാമുകൾ വെക്കുന്നു, പത്രങ്ങൾ, കോളങ്ങൾ ഇതിനുവേണ്ടി തന്നെ മാറ്റിയിടുന്നു. എന്നാൽ ഈ സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ നന്മകള്, വലിയ ആ ഒരു സേവനങ്ങൾ, ഇതൊന്നും ഒരിക്കൽ പോലും ആ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വളരെ വൈകൃതമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ എത്തിക്കുക. അത് സാംസ്കാരിക നായകന്മാർ അതിന്റെ മുൻനിരയിലുണ്ട്, രാഷ്ട്രീയക്കാർ അതിന്റെ മുമ്പിലുണ്ട്, ഫിലിം ലോബികൾ അതിന്റെ മുമ്പിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നു എന്ന് നമ്മൾ കരുതുന്ന ഒരുപാട് ആളുകൾ ഇതിന്റെ എല്ലാം പിറകിലുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. അതായത് എങ്ങനെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഇടിച്ചു താത്തുക, ക്രൈസ്തവ പുരോഹിതന്മാരെയും സമർപ്പിതരെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും ഒക്കെ ബിസിനസ് ആക്കി മാറ്റുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ മറ്റു പലരെയും ഇതിന് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തില് ഈ ആതുര സേവനം എന്ന് പറയുന്നത് ക്രൈസ്തവരാണ് നമ്മളുടെ സമൂഹത്തിലേക്ക് ഇത്രയും ഏറ്റവും സാധാരണക്കാർക്ക് പോലും സ്വീകാര്യമായിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാർക്ക് പോലും അപ്രോച്ചബിൾ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളാണ്. അപ്പൊ നമുക്കറിയാം, കേരളത്തിലെ തന്നെ ആദ്യകാല ക്രൈസ്തവ ആശുപത്രികൾ, നമ്മുടെ ധർമ്മഗിരി ആശുപത്രി, പഞ്ഞിക്കാരനസം കൊണ്ടുവന്ന ധർമ്മഗിരി ആശുപത്രിയും, അതുപോലെ നമ്മളുടെ ഭരണങ്ങാനത്തെ മേരിഗിരി ആശുപത്രിയും, അതുപോലെ ഒരുപാട് ആശുപത്രികൾ, ഒരുപാട് മേഖലകൾ. ഇങ്ങനെയുള്ള ആശുപത്രികളിലൂടെ എല്ലാം ഈ സാധാരണക്കാരായ ആളുകൾക്ക് പോലും ചികിത്സ അവകാശമാക്കി മാറ്റിയ ഒരു ചരിത്രം നമുക്കുണ്ട്. അതുവരെ പച്ചമരുന്നും ഏതാനും പൊടിക്കൈകളും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് നല്ല നിലവാരമുള്ള ഒരു ചികിത്സ കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ക്രൈസ്തവ മിഷണറിമാർ വന്നു. അത് അതിന്റെ കാലത്തിനനുസരിച്ച് വളരാനായിട്ട് കഴിഞ്ഞു. അത് പലതരത്തിൽ വളരുകയും നമ്മുടെ രാജഗിരിയും മെഡിസിറ്റിയും പോലെയുള്ള വലിയ ആശുപത്രികളായിട്ട് മാറുകയും അതൊക്കെ ഏറ്റവും സാധാരണക്കാർക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പം അറിയാതെ തന്നെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ ആശുപത്രിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സേവനങ്ങളെ അംഗീകരിക്കാൻ നിർബന്ധിതരായിട്ട് തീരുമ്പോൾ ഈ
ഈ ആശുപത്രികളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് പെരുപ്പിച്ച് കാണിച്ച് ഇതെല്ലാം മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രപരമായ ഒരു നിലപാട്. അതുപോലെ വിദ്യാഭ്യാസ രംഗം നോക്കിക്കേ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ചാവറേഷനൊക്കെ കൊണ്ടുവന്ന് പള്ളിക്കൊപ്പം പള്ളിക്കൂട് എന്ന് പറയുന്ന ആ ഒരു ദർശനം അത് കുറച്ചുകൂടി വളരെ പ്രായോഗിക തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഇടുക്കി മേഖലയില് ഹൈറേഞ്ച് മേഖലകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് അത് സാധാരണക്കാരായ ആൾക്കാർ, ജാതി മതഭേദമന്യേ സാധാരണക്കാരായ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് കഴിഞ്ഞ ഒരു സാഹചര്യങ്ങള് ഇതെല്ലാം മാറി ഇന്ന് CBSE സ്കൂളുകളുടെയും ഉന്നത നിലവാരമുള്ള ICSE സ്കൂളുകളുടെയും സ്റ്റേറ്റ് സിലബസിലുള്ള സ്കൂളുകളാണ് ആണെങ്കിൽ പോലും വലിയ നിലവാരത്തിലുള്ള സ്കൂളുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോ ഈ ക്രൈസ്തവ സമൂഹം ഈ മേഖലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭാവനകൾ മാറ്റി നിർത്തപ്പെടാനാകാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായ ഒരു കാര്യം, ഒരു സ്ഥാപനമല്ലേ, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പർവ്വതീകരിച്ച് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ, നമ്മുടെ വൈദികരോ അല്ലെങ്കിൽ സമർപ്പിതരോ അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ തെറ്റുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വലിയ സംഭവമാക്കി മാറ്റി ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവരുടെ ആത്മവിശ്വാസം തകർത്ത് നമ്മളെ പുറകോട്ട് വലിപ്പിച്ച് അതിന്റെ ചരിത്രം മാറ്റി എഴുതി അവിടെ മറ്റു ചില ആളുകളെ എല്ലാം കൊണ്ടുവന്ന് വിൽക്കാനുള്ള ഒരു വലിയ സംഘടിതമായ ശ്രമം. ഏറ്റവും മറ്റൊരു മേഖലയാണ് ഈ നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെയൊക്കെ മേഖല എന്ന് പറയുക. അടുത്ത കാലഘട്ടം വരെ ക്രൈസ്തവർ ഏറ്റവും ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു ഈ CSR ഫണ്ടും അതുപോലെ തന്നെ FCRA ഫണ്ടും ഒന്നും ഇത്ര വ്യാപകമല്ലാതിരുന്ന കാലത്ത് നമ്മുടെ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളുടെ സമർപ്പിതരും നമ്മുടെ വൈദികരും ഒക്കെ ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ജോലി ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇന്ന് രാജ്യം കുറച്ചൊക്കെ വളർന്നു. ഇപ്പൊ CSR ഫണ്ടും അതുപോലെയുള്ള മറ്റ് ഡൊണേഷൻസും FCRA പോലെയുള്ള സാധ്യതകളുടെ എല്ലാം സാധ്യതകൾ കൂടി സമൂഹത്തിലുണ്ടായ മുഴുവൻ മാറ്റങ്ങളുടെ പേരിലേ അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോഴത്തേക്ക് അതിന്റെ സമയത്ത് അതിന്റെ ഫലം അനുഭവിച്ചിട്ട് കുറെ ന്യൂജൻ പ്രസ്ഥാനങ്ങൾ കയറി വന്ന് ഒരുപക്ഷെ നമ്മളെക്കാൾ മികവ് കാണിക്കുന്ന രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞങ്ങളാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, ബാക്കിയുള്ളതെല്ലാം മോശമായിരുന്നു, ഇവരെല്ലാം ബിസിനസ്സുകാരായിരുന്നു എന്ന രീതിയിലാക്കി തീർത്ത് ചുമ്മാ ഇത്ര കാലം ചെയ്തു വെച്ചിരുന്ന ചരിത്രത്തെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്തിട്ട് കളയുക. അങ്ങനെ ഒരു വളരെ തന്ത്രപരമായ ഒരു നീക്കം സമൂഹത്തിന്റെ പല മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട്. അത് സമസ്ത മേഖലയിൽ എന്ന് പറയാം കേട്ടോ. നമ്മളിപ്പം എഡ്യൂക്കേഷനും ആതുര സേവനവും സോഷ്യൽ വർക്ക് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ബാക്കി ഇതിന്റെ പല മേഖലകളിലും ഇതിങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് സത്യമാണ്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത് നേരത്തെ അങ്ങ് ചെറുതായിട്ടൊന്ന് പരാമർശിച്ചിരുന്നു. നമ്മുടെ ഈ സിനിമാ മേഖല അല്ലെങ്കിൽ മാധ്യമ മേഖലയ്ക്ക് വലിയൊരു പങ്കില്ല. അതായത് പല സിനിമകളിലും ക്രൈസ്തവർ നടത്തുന്ന സ്ഥാപനങ്ങൾ, അത് അച്ഛന്മാരിങ്ങനെ പൈസ മേടിക്കാൻ നിൽക്കുന്നവരാണ്, വലിയൊരു രീതിയിൽ കഴുത്തിറക്കുന്ന ഡൊണേഷൻ മേടിക്കാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ മനോഹരമായിട്ട് അവിടെ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവ സഭ ചെയ്യുന്ന നന്മകളെ ഉയർത്തി കാണിക്കുന്ന ഒരു സിനിമ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഏത് സിനിമ എടുത്താലും ഒരു ക്രൈസ്തവ സ്ഥാപനമാണ് ആ സിനിമയുടെ ഫ്രെയിമിൽ വരുന്നതെങ്കിൽ ഉറപ്പിക്കാതെ ഒരു കോമഡി രംഗമായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ കാണിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പൈസ മേടിക്കുന്ന സീനായിരിക്കുമെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഒരു പൊതുബോധം ഇത്തരത്തിൽ സൃഷ്ടിച്ചെടുക്കും നിഗൂഢമായിട്ടുള്ള അജണ്ടയുടെ സിനിമ മേഖലയിൽ നിന്നും ചില നീക്കങ്ങൾ, ഈ മാധ്യമ മേഖലയിൽ നിന്നും ചില നീക്കങ്ങൾ നടക്കുന്നില്ലേ? തീർച്ചയായിട്ടും. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് വെച്ചാൽ എനിക്ക് ഒരു 6-7 വയസ്സുള്ള ഒരു പ്രായ സമയത്ത് നമ്മൾ ഈ ആകാശദൂത് എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് ഓർമ്മയുണ്ട്. അപ്പൊ അതിന്റെ അവസാനം ആ അനാഥരാകുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന നെടുമുടി വേടുവിന്റെ ഒരു കഥാപാത്രമുണ്ട്, ജോസ് പ്രകാശ് നെടുമുടി വേടു നിൽക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പൗരോഹിത്യത്തെ കുറിച്ചുള്ള ഉന്നതമായ ഒരു കാഴ്ചപ്പാട് കൊടുക്കുന്നു. അതിൽ നിന്ന് അടുത്ത കാലത്തേക്ക് വരുന്ന ചില സിനിമകളിലേക്ക്, പേര് ഞാൻ പറയുന്നില്ല ബോധപൂർവ്വം, ചില സിനിമകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിനിമ കൾച്ചറിലേക്ക് വരുമ്പോൾ ഈ വൈദികർ എന്ന് പറയുന്ന വിഭാഗം മഹാകൊള്ളക്കാരായിട്ട്, മഹാകോമാളികളായിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിലെ തന്നെ ഏറ്റവും മോശക്കാരായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന തരത്തില് ചിത്രീകരിച്ച് സമൂഹത്തിലേക്ക് ഇവരെല്ലാം തീരെ ചെറുതാണ് എന്ന് ആക്കി തീർക്കാനുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമം. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, സിനിമ പോലുള്ള മാധ്യമങ്ങള് എന്തായാലും നമ്മുടെ യുവതലമുറയെയും അതുപോലെ തന്നെ നമ്മളുടെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തെയും ഒക്കെ കുറച്ചല്ല ഒരു വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കലാപരമായ രീതിയിലൂടെ കൊണ്ടുവന്ന് ഇവിടെ ഈ ഒരു ഇമേജ് തകർത്ത് കളയുന്ന തരത്തിലേക്ക് കൊണ്ടുവന്ന് ആദ്യം ഇമേജ് തകർത്തു, ഇപ്പൊ അത് വേറൊരു ബിംബമാക്കി മാറ്റുക. അതായത് കോമഡിയുടെ അല്ലെങ്കിൽ ലൈംഗിക തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളുകളായിട്ട്, അതല്ലെങ്കിൽ ഡൊണേഷൻ വാങ്ങാൻ വേണ്ടി ഇരിക്കുന്നത്, അല്ലെങ്കിൽ പിച്ചക്കണക്ക് പറയുന്ന ഇതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ യാഥാർത്ഥ്യം വേറൊരു വസ്തുതയാണ്. ആ യാഥാർത്ഥ്യത്തെ വേറൊരു രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് വന്നിട്ട് വളരെ തന്ത്രപരമായ രീതിയിൽ ഈ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് കാണുന്ന കുറെ ആളുകളെങ്കിലും ഒക്കെ
ഇത് സത്യമാണ് അല്ലെങ്കിൽ ഇവരുടെ ജീവിത രീതി ഇങ്ങനെയാണ് എന്ന് കരുതി തീർക്കുന്ന അല്ലെങ്കിൽ ആക്കി തീർക്കുന്ന ചില സംവിധാനങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അത് നമുക്ക് മാധ്യമ മേഖലയിലേക്ക് വരുമ്പോഴും ചില ചാനലുകൾ 2-3 വർഷം മുമ്പ് ഒരു ചാനലില് പേര് പറയുന്നില്ല ചർച്ച നടത്തുമ്പോൾ നമ്മളുടെ ഈ മലയോര മേഖലയിലെ വിദ്യാഭ്യാസ സേവനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ അവതാരകൻ പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷേ ഇവരുടെയൊക്കെ ഈ മേഖലയിൽ ചെറിയ സംഭാവനകൾ ഇവർ നൽകിയിട്ടുണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വീണ്ടും അടുത്ത് ആക്ഷേപിക്കാം. അതായത് ഇവിടെ ഒരു കുടിപ്പള്ളിക്കൂടം പോലും ഇല്ലാതിരുന്ന പല സ്ഥലങ്ങളിലേക്കും ഈ വിദ്യാഭ്യാസവുമായിട്ട് ചെന്ന ഈ വൈദികരെ കുറിച്ചാണ് അവരൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് അവർ ബിസിനസ്സുകാരാണെന്ന് പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് ആക്കി തീർത്ത് സമൂഹത്തില് സഭയെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്ത് കളയാനുള്ള വളരെ തന്ത്രപരമായ ഒരു നീക്കം, അതായത് സിനിമാ മേഖലയിൽ നിന്നുള്ള കൃത്യമായൊരു നീക്കം വരുന്നുണ്ട്, മാധ്യമ മേഖലയിൽ നിന്നുള്ള നീക്കം വരുന്നുണ്ട്, ചില ചാനലുകളുടെ ചില അവതാരകരുടെ തലത്തിൽ നിന്നുള്ള ചില പ്രത്യേക രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ എഴുത്തുകാരുടെ ഭാഗത്തു നിന്നുള്ളതുണ്ട്. സമൂഹത്തിലെ സോഷ്യൽ മീഡിയ എഴുത്തുകാർ, അത് പ്രധാനപ്പെട്ട ഘടകമാണ്. സോഷ്യൽ മീഡിയ എഴുത്തുകാരുടെ കഴിഞ്ഞ ദിവസം നമ്മളുടെ എറണാകുളം ജില്ലയിലെ ഒരു സഭയുടെ ആശുപത്രിയിൽ നടന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നല്ലോ. അതിന്റെ പശ്ചാത്തലത്തില് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ഒരാള് ഈ ആശുപത്രിയെ കുറിച്ച് കുറ്റം പറഞ്ഞു തുടങ്ങി. ആ കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ കത്തോലിക്ക സഭ മുഴുവൻ ഭയങ്കര ബിസിനസ്സുകാരാണ്, വിദേശത്ത് നിന്നെങ്ങാണെന്ന് പറഞ്ഞ് കാശ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ തളിച്ചു വളർന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇങ്ങനെയുള്ള ആശുപത്രിയിൽ കിട്ടുന്ന ഈ ചികിത്സയുടെ പകുതി പോലും കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾക്ക് കഴിയുന്നില്ല. നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞില്ലേ, സ്വകാര്യ ആശുപത്രി പോയതുകൊണ്ടാ അദ്ദേഹത്തിന് ജീവൻ പോലും രക്ഷിക്കാൻ പറ്റിയെന്നുള്ളത് അദ്ദേഹം പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാ. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതിനെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇല്ലായ്മ ചെയ്ത് കളയുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങൾ വളരെ മോശമാണെന്ന് ആക്കി തീർക്കാനുള്ള വളരെ തന്ത്രപരമായ രീതിയിൽ വളരെ പ്ലാൻഡോടുകൂടി, ഇത് വെറുതെ കാഷ്വലായി സംഭവിക്കുന്നതല്ല കേട്ടോ, വളരെ പ്ലാൻഡോട് കൂടിയുള്ള ചില സംവിധാനങ്ങൾ, അത് സിനിമാ മേഖലയില്, രാഷ്ട്രീയ മേഖലയില്, സാമൂഹിക മേഖലയില്, എഴുത്തുകാരുടെ മേഖലയില്, സിനിമ സീരിയലിന്റെ മേഖലയില്, ഈവൻ സോഷ്യൽ മീഡിയ എഴുത്തുകാരുടെ രീതിയിൽ പോലും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ട്രോളുകൾ പോലും ആ രീതിയിൽ ഒത്തിരി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊക്കെ ചുമ്മാ ഒരാളിരുന്ന് എഴുതുന്നുണ്ട്, അതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട് എഴുതുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഈ സാംസ്കാരിക കേരളമെന്ന് അവർ തന്നെ വിളിക്കുന്ന ഈ തലം, അതിന്റെ ഒരു പക്ഷം ചേരലും നിശബ്ദമാകലും, അതുപോലെ ഇതര തലങ്ങളിൽ സംഭവിക്കുന്ന ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇവിടെ മാത്രമല്ലല്ലോ തെറ്റുകളും വീഴ്ചകളും ഉണ്ടാവുക, എല്ലാ മേഖലയിലും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ വളരെ ഇങ്ങോട്ട് സൈലന്റ് ആയിട്ട് പോവാം. അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു സംഭവം എടുത്തു പറഞ്ഞ് അതിനെ വിവാദമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ പോലും നമ്മൾ കണ്ണു തുറന്ന് കാണുമ്പോൾ നമുക്കറിയാം മറ്റ് ചില സ്ഥാപനങ്ങളിൽ നടന്നിരുന്ന ചില കാര്യങ്ങള്, ചില മേഖലയിൽ നിന്നുണ്ടായിട്ടുള്ള വലിയ വിവാദങ്ങള്, അല്ലെങ്കിൽ ഒരു വലിയ നിരുത്തരവാദപരമായ ചില വീഴ്ചകളൊക്കെ കണ്ടു. അതിനെയൊക്കെ വളരെ ബോധപൂർവമായിട്ട് മാറ്റി നിർത്തിയിട്ട് ചില പ്രത്യേക മേഖലയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മളുടെ ഈ മാധ്യമ മേഖലയില്, അല്ലെങ്കിൽ സിനിമാ മേഖലയില്, ഇതുമായി ബന്ധപ്പെട്ടുള്ള എഴുത്തുകളുടെ മേഖലയിലെല്ലാം സംഭവിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി തന്നെ വളരെ ബുദ്ധിപൂർവമായ രീതിയിൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുക. അതൊരു ഒരു എന്താ പറയുക, ഒരു ടീമായിട്ട് തന്നെയുള്ള പ്രവർത്തനം ഉണ്ടെന്ന് തന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും കേട്ടോ. മറ്റൊരു കാര്യം കൂടി, പലപ്പോഴും ഈ ആത്മഹത്യകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഒരു മരണവും ആഘോഷിക്കപ്പെടരുത്, അത് എവിടെ നടന്നാൽ പോലും. പക്ഷേ ഈ അടുത്ത കാലത്തെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, 2 വർഷം മുമ്പ് അമൽജ്യോതിയിൽ നടന്നത് എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒപ്പം തന്നെ ഈ അടുത്ത നാളുകളിൽ ക്രൈസ്തവ സ്ഥാപനമായിട്ടുള്ള പാലക്കാട് ഒരു സ്കൂളിൽ നടന്ന ഒരു സംഭവം, അതൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിന് നേരെ ആക്രോശമായി, സ്ഥാപനത്തിന് നേരെ ആക്രോശമായി, സമരമായി, അതായി ആ രീതിയിലേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള പല ആത്മഹത്യകളെക്കുറിച്ചും പിന്നീട് നമ്മൾ അന്വേഷിച്ച് ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുമാണ് അതിൻ്റെ പിന്നിലെന്ന് പലപ്പോഴും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ സമാനമായിട്ട് നമുക്കിപ്പോൾ അമൽജ്യോതിയുടെ തന്നെ കേസ് എടുക്കുകയാണെങ്കിൽ, ആ സംഭവം നടന്ന് ദിവസങ്ങൾക്ക് ഉള്ളിൽ തൊട്ടടുത്ത് തന്നെ തൊടുപുഴയുള്ള ഒരു അലസർ സ്ഥാപനം, അവിടെ നടന്ന ഒരു ആത്മഹത്യ, ആ ഒരു സംഭവത്തോടും അമൽജ്യോതി നടന്ന സംഭവത്തോടും എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒപ്പം തന്നെ മാധ്യമങ്ങളും പ്രതികരിച്ചത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെ ഒരു വലിയ രീതിയിലുള്ളൊരു ഇരട്ടത്താപ്പല്ലേ. അതായത് ക്രൈസ്തവ സ്ഥാപനങ്ങളെ താറടിക്കുക, എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന യാഥാർത്ഥ്യം അറിയുന്നതിന് മുമ്പ് തന്നെ കടിച്ചു കീറാൻ വരുന്ന ഒരു പ്രവണത, അത് വളരെ കുറ്റകരമായിട്ടുള്ളൊരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതായത് ആത്മഹത്യകൾ ഇപ്പം ആരുടെ ആയാലും എവിടെ വെച്ചുള്ളതായാലും തീർച്ചയായിട്ടും വലിയ കരുണയോടുകൂടി തന്നെ നമ്മൾ തന്നെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏത് സാഹചര്യത്തിൽ എത്ര വലിയ ദുരിതത്തിന്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ എത്ര വലിയ കാരണങ്ങളുടെ പേരിലായാലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. പക്ഷെ അതിനെ പോലും കൊണ്ടുവരുന്നത്
ഈ സഭയെ അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം. അതായത് കത്തോലിക്ക സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ സ്വാഭാവികമായി ഡിസിപ്ലിനറി ആക്ഷൻസ് നമുക്കറിയാം. സ്ഥാപനങ്ങളിൽ വിടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് അവർ ആവശ്യപ്പെടുന്ന ഒരു അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി എന്ന് പറയുക ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ക്വാളിറ്റി ഫോർമേഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയും വന്ന് കയറാവുന്ന ഇടമല്ല നമ്മുടെ ക്രൈസ്തവ സ്ഥാപനത്തിലെ ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വസ്ത്രവും ധരിച്ച് എതിരെ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അതിന് അതിൻ്റെതായ ഒരു ഡിസിപ്ലിനറി സംവിധാനങ്ങളുണ്ട്. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ വൈദികരും സമർപ്പിതരും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോവുകയും അവിടെ സർവീസ് ചെയ്യുകയൊക്കെ ചെയ്യുക. നമ്മുടെ ഒരു സ്ഥാപനമായി കഴിയുമ്പോൾ അതിന് അതിൻ്റെതായ ചില ഡിസിപ്ലിൻ അവിടെ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇതര സ്ഥാപനങ്ങളോട് നമുക്ക് എന്താ വ്യത്യാസമുള്ളത്? അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ഈ അക്രൈസ്തവരായിരിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും നമ്മളുടെ സ്ഥാപനങ്ങളെ തേടി പിള്ളേരെ വിടാനുള്ള കാരണം എന്താ? ഒന്ന്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. രണ്ട്, ക്വാളിറ്റി ഫോർമേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ പഠിക്കുക, എപ്പോഴെങ്കിലുമൊക്കെ കോളേജിൽ പോവുക, എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുക. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനത്തിന് ഒരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ പേരില് ചില സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കാതെ സഭയെ അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുക, ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഇതര ചില സ്ഥാപനങ്ങളിലൊക്കെ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യങ്ങളെ പരിസരത്തേക്കാൾ പോലും പോകുന്നുണ്ടാവില്ല. അതായത് അതൊരിക്കലും ഒരു മൂല്യമൊന്നുമല്ല. അതായത് ഈ ഒരു സ്ഥാപനത്തിൽ എന്തുമാകാം, അവിടെ എങ്ങനെയും പെരുമാറാം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവന്റെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ അവന്റെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു ക്വാളിറ്റി ഒന്നും അല്ലത്, ഒരു മൂല്യമൊന്നുമല്ല. പക്ഷേ അത് മൂല്യമാകുന്ന എപ്പോഴാണെന്നറിയോ? അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് നാളെ അവനെ ലഹരി മരുന്ന് വിൽപ്പനക്കാരനായിട്ടും അവനെ പോസ്റ്റർ ഒട്ടിക്കാനുള്ളവനായിട്ടും വണ്ടി തടയാനുള്ളവനായിട്ടും കല്ലെറിയാനുള്ളവനായിട്ടും മാറ്റാനുള്ള മൂവ്മെന്റുകൾക്ക് അതിന്റെ നേതാക്കന്മാർക്ക് ഇതൊരു വലിയ സംഭവമാണ്. അവിടെ എന്തുവാകാം. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇവരുമായിട്ട് ചില ടൈപ്പ് ഉണ്ടാവും. എങ്ങനെയെങ്കിലും അവസാനം പരീക്ഷയ്ക്ക് ജയിച്ച് എങ്ങനെയും കാണിച്ചു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തുമൊക്കെ അങ്ങനെ പോകും. പക്ഷേ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വളർത്താനും നന്നായിട്ട് പോകുന്ന സ്ഥാപനങ്ങളെ അടിച്ചമർത്താനും അതിന്റെ പേരിൽ സഭയെ അപമാനിക്കാനുമുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഇപ്പം അമൽ ജ്യോതിയിലും അല്ലസറിലും നടന്ന സംഭവങ്ങൾ, അടുത്ത കാലത്ത് നടന്ന ചില കുഞ്ഞുങ്ങളുടെ ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേക്ക് കൈകാര്യം ചെയ്യുന്നതിൽ നമ്മളുടെ ഒരു സാമൂഹിക ബോധം പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഈ ആത്മഹത്യയെക്കുറിച്ചോ അല്ലെ ആത്മഹത്യ ചെയ്ത വ്യക്തിയെക്കുറിച്ചോ അതിന് കാരണമായ സാഹചര്യങ്ങളെ കുറിച്ചോ അല്ലെ അതിന്റെ വേദന അനുഭവിക്കുന്ന പേരൻസിനെ കുറിച്ചോ ഒന്നുമല്ല കൺസേൺ. എങ്ങനെയെങ്കിലും ഈ സ്ഥാപനത്തെ അങ്ങോട്ട് അവഹേളിച്ച് അപമാനിച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം, ആ രീതിയിൽ കൂട്ടിക്കുക. അതുപോലെ തന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യത്തോട് ഒട്ടും താല്പര്യമില്ലാത്ത ചില സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ചില സാഹചര്യങ്ങൾ കൂടി ഇവിടെ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് നടക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അഭയം കൊടുക്കാൻ ഒരിക്കലും അത് അറിഞ്ഞുകൊണ്ട്, അറിയാതെ ഉണ്ടാകാം കേട്ടോ, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ക്രൈസ്തവ സ്ഥാപനത്തിന് ഒരിക്കലും നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു ജീവിതക്രമം കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് തോന്നുമ്പോൾ വന്ന് കയറാൻ കഴിയുന്ന ഒരിടമായിട്ട് ക്രൈസ്തവ സ്ഥാപനത്തിന്റെ ഒരു ഹോസ്റ്റലും ഒരു വിദ്യാലയവും അവിടെ മാറാനായിട്ട് പാടില്ല. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ ചില മാനേജ്മെന്റ് പോളിസികളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചല്ലേ പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ, നിലപാടെടുക്കുന്നതിന്റെ പേരിൽ ആ പ്രിൻസിപ്പളിനെ ക്രൂശിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ആരോഗ്യകരമായ പ്രവണതയല്ല. അത് ചെന്ന് അവസാനിക്കുന്നത് എന്തുമാകാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നമുക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് അതിന്റെ ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് വിട്ട് നമുക്ക് പെരുമാറാനായിട്ട് പറ്റത്തില്ല. ആ എത്തിക്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥി മാത്രമേ അവിടെ പഠിച്ചാൽ മതി എന്ന് പറയേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ട് വരികയാണ്. കാരണം നിങ്ങൾ സ്ഥാപനം നിർത്തിക്കൂ, ഞാൻ വന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്റെ കൊച്ചു അല്ലെങ്കിൽ പേരൻസ് പറയാറില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചിനെ അവിടെ വിട്ട് പഠിപ്പിക്കാം. പക്ഷെ കൊച്ചിന് തോന്നുന്ന പോലെ അവിടെ പെരുമാറാനായിട്ടുള്ള അവസരം കൊടുക്കുക. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ക്രൈസ്തവ സ്ഥാപനത്തിന്റെ ആവശ്യമില്ല. ക്രൈസ്തവ സ്ഥാപനമാണെങ്കിൽ നമ്മളുടെ ഡിസിപ്ലിൻ കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകണം. അത് പൊതുസമൂഹം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ പ്രശ്നം ഉണ്ടാകാൻ വരുന്ന 10 or 100 ആളുകൾക്ക് അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മറ്റു ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. സഭയെ അപമാനിക്കാനോ അല്ലെ മറ്റൊരു തരത്തിലുള്ള സ്ഥാപനത്തെ വളർത്താനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പൊളിറ്റിക്സുകളുടെ ഭാഗമായിട്ടോ ഒക്കെ ആയിരിക്കാൻ വരിക. പക്ഷെ അത് ആത്യന്തികമായിട്ട് ബാധിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ നന്മയെയും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഈ സ്ഥാപനം പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെയും അത് ബാധിക്കുക. അതാണ് ഇതിനകത്തെ ഒരു കാര്യം. തീർച്ചയായിട്ടും ആ ഒരു ഇരട്ടത്താപ്പ് മലയാളിയുടെ സാമൂഹ്യ ബോധം, അതായത് സാംസ്കാരിക നായകന്മാരാണെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രതികരണ ശേഷി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തെറ്റായ രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ടാകുന്ന ഒരു ദുരിതമാണ്.
ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം പല വികസനം കടന്നു ചെന്നെത്താത്ത മേഖലകൾ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ മലബാർ മേഖലയിലൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ മേഖലയുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വളർച്ചയിൽ കൊടുത്ത സംഭാവനകൾ വളരെ വലുതാണ്. എന്നാൽ ഈ ഒരു അടുത്ത നാളിൽ നമുക്കറിയാം മലബാറിൻ്റെയും അല്ലെങ്കിൽ ആ പ്രദേശങ്ങളുടെയും ഒക്കെ ഒരു ഡെമോഗ്രഫി തന്നെ മാറിയിട്ടുണ്ട്. ഒരു പോപ്പുലേഷൻ ആ രീതിയിൽ ചിന്തിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വളരെ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ നാടിനെ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും വളർത്തി വലുതാക്കിയ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഒരു അധിനിവേശപരമായിട്ടുള്ള ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ്. ഇപ്പോൾ മലബാർ മേഖല കേന്ദ്രീകരിച്ച് ചില ഹിജാബ് വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഈ അടുത്ത നാളിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ കാസർഗോഡ് ഒരു സ്കൂളിലെ ID കാർഡിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പടം എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ് യൂത്ത് ലീഗുകാർ പ്രശ്നമുണ്ടാക്കുന്നു. അപ്പോൾ ഒരു നാടിനെ വളർത്തി വലുതാക്കിയ അതിന് സംഭാവനകൾ നൽകിയ ക്രൈസ്തവ സ്ഥാപനങ്ങളെ തമസ്കരിക്കുന്നു. തങ്ങൾ ഒരു രീതിയിൽ ജനസംഖ്യയിൽ വളരെയധികം വർദ്ധിച്ചു കഴിയുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് നേരെ ഒരു അധിനിവേശപരമായിട്ടുള്ള ചില നീക്കങ്ങൾ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മാത്രമേ അവിടെ നടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഭയപ്പെടുത്തി ഇങ്ങനെ നിശബ്ദരാക്കുന്ന ഒരു പ്രവണത. ഈ സ്കൂളിലെ അഡ്മിഷൻ എല്ലാം ഞങ്ങൾ ക്യാൻസലാക്കും, മറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടും, അങ്ങനെ മാനേജ്മെൻറ്റിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം അത് ഈ അടുത്ത നാളുകളിൽ വർദ്ധിച്ചു വരുന്ന വളരെ ഗൗരവകരമായിട്ടുള്ളൊരു പ്രവണത തന്നെയല്ലേ? ചരിത്രം മറക്കുക എന്നുള്ളത് മലയാളിയുടെ പൊതു സ്വഭാവമാണ്. അതുപോലെ തന്നെ ചില പൊളിറ്റിക്കൽ മൂവ്മെന്റുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. നമുക്കറിയാം, ജോർജ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിലും ഹൈറേഞ്ചിലും അതുപോലെയുള്ള മറ്റ് പല അവികസിത മേഖലകളിലും യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ യാതൊരു നേട്ടവും ഇല്ലാതെ ആ സർപ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച് മൂല്യം ഉള്ള വിദ്യാഭ്യാസം കൊടുത്ത്, ചുമ്മാ എന്തെങ്കിലും പഠിപ്പിക്കുന്നില്ല, മൂല്യമുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ആ ആളുകളെ വളർത്തിക്കൊണ്ട് പോകുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഭാഗമായിട്ട് തന്നെ നമ്മുടെ സഭയുടെ ഒരു മിഷന്റെ ഭാഗമായിട്ട്, ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് നടന്ന ഒരു കാര്യമാണ്. ആ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോ ആ രീതിയിലുള്ള കാര്യങ്ങളെ അങ്ങോട്ട് വളരെ ബോധപൂർവമായിട്ട് അങ്ങോട്ട് മറന്നു കളഞ്ഞിട്ട് അതിന്റെ ഒരു ഭീഷണിയുടെ സ്വരം കൊണ്ടുവന്നിട്ട് ഇനി നിങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ ഇത് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പറയുന്ന ഒരു രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള ഒരു വളരെ തെറ്റായ ഒരു ബോധം നമുക്കിടയിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ സ്ഥാപനങ്ങൾ വളർത്തി ആ നന്മകൾ അങ്ങോട്ട് മറന്നു കളഞ്ഞിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമം വളരെ തന്ത്രപരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുക. നമുക്ക് താൽക്കറിയാം, ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ആദ്യ കാലഘട്ടം മുതലേ നമ്മളുടെ ക്രിസ്ത്യൻ വാല്യൂസ് കൊടുത്തിരുന്നു. കൊച്ചുറേഷ്യയെ പോലുള്ള അല്ലെങ്കിൽ അൽഫോൻസാമയെ പോലെയുള്ള അല്ലെങ്കിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെയുള്ള മഹാവിശുദ്ധരെ നമ്മൾ പരിചയപ്പെടുത്തി ഇപ്പോഴും ആ വിശുദ്ധരുടെ തണലിൽ ജീവിക്കുന്ന അന്യമതസ്ഥരായ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അതൊന്നും മതപരിവർത്തനമല്ല, നമ്മൾ ആ മൂല്യങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ID കാർഡിൽ ഒരു വിശുദ്ധരുടെ ചിത്രം ഇമേജ് കൊടുത്തു എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്രൈസ്തവ മൂല്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾ നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ഒരു മൂല്യമുണ്ട്. ആ മൂല്യവും ആ ഒരു ജീവിത രീതിയും ആ ഒരു ജീവിത നിലവാരവും ഒക്കെ പരിഗണിക്കാതെ നമുക്ക് ഒരിക്കലും ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഏറ്റവും ലാസ്റ്റായിട്ട് വെച്ചാൽ നമുക്ക് ഇനി ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നേരെ, പ്രത്യേക ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സൈബർ ആക്രമണത്തിൽ ഒരു തരത്തിൽ ആലങ്കാരികമായി പറയുകയാണെങ്കിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത്, ഈ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ മുന്നിൽ നിൽക്കുന്നത് ക്രൈസ്തവ നാമധാരികളാണ്. എന്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സ്ഥാപനത്തിന് നേരെ ഇത്തരത്തിലുള്ള അന്യായമായിട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ അത് എൻ്റെ സ്ഥാപനമാണ്, എൻ്റെ കൂടി സ്ഥാപനമാണ് എന്ന ചിന്ത പലപ്പോഴും വരുന്നത്? നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ചാവറേച്ചൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മുടെ ക്രൈസ്തവർ തന്നെയാണ് അരി കൊടുത്തും സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയും പള്ളിക്കൂടങ്ങളൊക്കെ പടുത്തുയർത്തി. അന്നൊക്കെ എൻ്റെ സ്ഥാപനമാണ്, ഇത് എൻ്റെ സ്വന്തമാണ്, എൻ്റെ ഭവനമാണ് എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ഫീല് വരുന്നില്ല. അതും നമ്മളൊരു വിമർശനപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ഭാഗത്തുനിന്നും ചില വീഴ്ചകൾ കൂടി ഈ കാര്യത്തിൽ വരുന്നില്ല. ചില മുറിവുകൾ ഈ പറയുന്ന സ്ഥാപന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പലർക്കും നേരിടേണ്ട ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ആശങ്കകൾ പലരും ഉന്നയിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള അച്ഛൻ്റെ ഒരു നിരീക്ഷണം പങ്കുവയ്ക്കും. അതായത് രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ സ്ഥാപനങ്ങൾ അല്പം കൂടി സഭാത്മകമാകണം എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് കൂടി ഞങ്ങളുടെ സ്ഥാപനമാണ് എന്ന് തോന്നാൻ തക്ക രീതിയിൽ നമ്മളൊരു രീതി ശാസ്ത്രം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്.
പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് അപ്രോച്ചബിൾ ആയിരിക്കണം. അതുപോലെ അഡ്മിഷൻ കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കഴിയുകയും നമ്മുടെ സ്ഥാപനമാണെന്ന് സാധാരണക്കാർ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ട് പറയാനായിട്ട് കഴിയുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്കത് കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം സ്ഥാപനങ്ങളുടെ അധികാരികളായിട്ട് നിയോഗിതരാകുന്ന ആളുകൾ ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അതായത് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു മാന്യമായ പെരുമാറ്റം എല്ലാവരോടും നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളെ പോലും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് മുറിവേൽപ്പിച്ച് വിടത്തില്ല എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആളുകളെ പരമാവധി ചേർത്ത് നിർത്തുവാനും പരമാവധി സഹായിക്കാനും, അതായത് അതിന്റെ എക്സ്ട്രീം ലെവലിൽ സഹായിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കണം ഇതിന്റെ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ നിലവാരത്തിലേക്ക് വരിക. അതായത് ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ആ ഒരു മൂല്യം നമ്മളുടെ പ്രവർത്തികൾ കൂടി നമുക്ക് എത്താനായിട്ട് കഴിയണം. പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഇന്ന് പറ്റുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, നമ്മളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. അതായത് നമ്മൾ കൊടുക്കുന്ന സർവീസ് വളരെ നല്ലതായിരിക്കും, നമ്മളുടെ അവിടെ കൊടുക്കുന്ന ഒരു കെയറും മറ്റു കാര്യങ്ങളെല്ലാം വളരെ നല്ലതായിരിക്കും. പക്ഷെ പ്രൊഫഷണലിസം എന്ന് പറയുന്ന കാര്യം നമ്മളുടെ ഇടയിൽ നിന്ന് ഇല്ലാതായി പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പല സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ചുരുങ്ങിയ പക്ഷം നമ്മുടെ ആളുകൾക്കെങ്കിലും നമുക്ക് ആ ഒരു നല്ല പെരുമാറ്റം കൊടുത്ത് ഇത് നമ്മളുടെ സ്ഥാപനമാണ് എന്ന ആളുകളിലേക്ക് ഒരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയണം. ഒപ്പം തന്നെ ഇതൊരു സഭാത്മകമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്കുണ്ടാണ്. ഇപ്പൊ ഒരു റിലീജിയസ് സഭയുടെ സ്ഥാപനമാണെങ്കിൽ, സന്യാസ സഭയുടെ സ്ഥാപനമാണെങ്കിൽ മാത്രം അത് അവരുടെ മാത്രമല്ല, അത് സഭയുടേതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടെ നമുക്കുണ്ടാകണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അഡ്ജസ്റ്റ്മെന്റുകളോടൊക്കെ നോ പറയാൻ തയ്യാറാണ്. അതായത് ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം പറയാനുള്ള ഒരു ആർജവത്വം കൂടെ കാണിക്കാനായിട്ട് നമുക്ക് പറ്റണം. പലപ്പോഴും നമ്മൾ അവർക്ക് മുമ്പിൽ വണങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ആ രീതിയിൽ അവർക്ക് തോന്നും നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്താനോ വളയ്ക്കാനൊക്കെ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആര് വേണമെങ്കിലും കയറി നിരങ്ങിയിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഒരു നിലവാരം ഉണ്ടാകണം. നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇങ്ങനെയേ പോകുള്ളൂ എന്ന് പറയുന്ന ഒരു നിലവാരം ഉണ്ടാകണം. അതേ സമയത്ത് തന്നെ അത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു നല്ലൊരു പെരുമാറ്റത്തിലൂടെ ആളുകളിലേക്ക് എത്താൻ പറ്റണം. ഒന്ന് തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സഭയിൽപ്പെട്ട ആളുകൾക്ക് ഇത് ഞങ്ങളുടെ സ്ഥാപനമാണെന്ന് തോന്നൽ വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അത് അഡ്മിഷന്റെ കാര്യങ്ങളിലാണേലും മറ്റ് പരിചരണത്തിന്റെ കാര്യങ്ങളിലായാലും സമഗ്ര മേഖലയിലായാലും അതുകൊണ്ടാണ്. ഒരു ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരിയച്ഛൻ വിളിച്ചിട്ട് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് പരിഗണിക്കാനൊക്കെ ആയിട്ടുള്ള മനസ്സ് തീർച്ചയായിട്ടും ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിന്റെ അധികാരികൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെയൊക്കെ കഴിയാതെ വന്നു കഴിയുമ്പോൾ അത് കുറച്ച് പേരുടെ നമ്മളുമായി ബന്ധപ്പെട്ടതല്ലെന്നൊക്കെയുള്ള ചിന്തയിലേക്കൊക്കെ ആൾക്കാർക്കൊക്കെ പോകാനൊക്കെ ഉള്ളതും സ്ഥാപനങ്ങളും വിശ്വാസവും വേറെയായിട്ട് പോകുന്ന തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സഭയുടേതായ ഒരു കൂട്ടായ്മ നമുക്കുണ്ടാവണം. അത് സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപനമായാലും രൂപതയുടെ സ്ഥാപനമായാലും ഇടവക തന്നെ നടത്തുന്ന കാര്യങ്ങളായാലും നമ്മളുടെ ഒരു സമർപ്പിതരുടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സഭയുടെ ഒരു കൂട്ടായ്മയാണെന്നുള്ള ആ ഒരു അവബോധം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് വസ്തുതയാണ്. അപ്പൊ ആ കാര്യത്തിൽ കൃത്യമായൊരു മാറ്റം ഉണ്ടാകണം. രണ്ട്, നമ്മളുടെ സ്ഥാപനങ്ങളിൽ പരസ്യമായിട്ട് അല്ലെങ്കിൽ പോലും ക്രൈസ്തവരായ ആളുകൾക്ക് ഒരു പരിഗണന കൊടുക്കുന്ന തരത്തിൽ ഉണ്ടാവണം. കാരണം ക്രൈസ്തവർക്ക് കിട്ടേണ്ട പരിഗണന അല്ലെങ്കിൽ ക്രൈസ്തവനാണ് എന്നതിന്റെ രീതിയിൽ നമ്മൾക്ക് കിട്ടേണ്ടതായ ചില പരിഗണനകൾ അതിൻ്റെതായ പ്രോപ്പർ വഴിയിലൂടെ, അത് തെറ്റായ വഴി കൊടുക്കാനൊന്നുമല്ല പറയുക, ശരിയായ രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു മാർക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മളുടെ ഒരു കാത്തലിക് ആണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആളാണ് എന്ന രീതിയിൽ അവന് കിട്ടേണ്ടതായിട്ടുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാവണം. മൂന്നാമതായിട്ട് ഈ പറയുന്ന നമ്മുടെ സഭാ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു സംവിധാനമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ മാറണം. ചിലപ്പോഴെങ്കിലുമൊക്കെ അതിന് കഴിയുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. കാരണം നമ്മൾക്കുടെ സ്ഥാപനങ്ങൾ നമുക്ക് തന്നെ എതിരായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ കൊണ്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള മേഖലകളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില മേഖലകളുണ്ട്. അതായത് സഭാത്മകമായ ഒരു വളർച്ച, സഭയോട് ചേർന്നുള്ള ഒരു വളർച്ച, അങ്ങനെ ആ രീതിയിൽ സഭാ മക്കളെ കൂടെ നിർത്തിക്കൊണ്ട് നമുക്ക് വളരുവാനായിട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ പറയും ഇത് നമ്മുടെ സ്ഥാപനമാണ്, നമ്മുടെ സ്ഥാപനം ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് വരും നാളുകളിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായ ഒരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരും അംഗീകരിക്കുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ ആശുപത്രികളിൽ ഓപ്പറേഷന് പോയാൽ ഇറങ്ങിപ്പോരുമ്പോൾ കിഡ്നി അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹം അതായത് നമ്മുടെ വിമർശകർ പോലും പറയുന്ന കാര്യമാണ്. കാരണം ഒരിക്കൽ പോലും നമ്മുടെ ആശുപത്രികളിലും അവയവ കച്ചവടം ഒന്നും ഇല്ലെന്ന് ആരോപണം പോലും ഉന്നയിക്കാനായിട്ട് പറ്റിയിട്ടില്ല ആർക്ക്. ശരിയല്ല, ഇത്രയും കാലത്തെ ഇത്ര മാത്രം കണിഞ്ഞ് പരിശ്രമിച്ചിട്ടും നമ്മളുടെ ഒരു ആശുപത്രിയെ കുറിച്ചും അവയവ കച്ചവടത്തിന്റെ പേരിൽ ഒരു ആരോപണം പോലും കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. അത് നമ്മൾ കൊണ്ടാക്കിയ ഒരു ദിവസം തൽപ്പേര.
അങ്ങനെയൊക്കെയുള്ള ചില സൽപ്പേരുകൾക്ക് ഫോക്കസ് ചെയ്ത് ആ രീതിയിൽ നമുക്ക് വളർന്നു വരികയും പൊതുസമൂഹത്തിൽ നമുക്ക് ആ ഒരു ധാരണയിലേക്ക് എത്തുകയും സമൂഹത്തിൽ അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് കഴിയുകയും ഒപ്പം തന്നെ സഭാമക്കൾക്ക് കൊടുക്കേണ്ടതായ ഒരു പരിഗണന, അതായത് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവന് കൊടുക്കേണ്ടതായ ഒരു പരിഗണന തീർച്ചയായിട്ടും കൊടുക്കുക. അത് പ്രോപ്പർ വഴിയിലൂടെ വേണം കൊടുക്കാനായിട്ട്. പ്രോപ്പർ വഴിയിലൂടെ അത് കൊടുക്കുകയും ആ രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് കഴിയുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സഭാ സ്ഥാപനങ്ങൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോൾ നമ്മുടെ സമൂഹം നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ നമ്മുടെ സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾക്ക് നമ്മുടെ ആളുകളായിരിക്കും മറുപടി പറയാനായിട്ട് തീർച്ചയായിട്ടും മുമ്പിൽ ഉണ്ടാവുക. ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു, 100% ആളുകൾ കൂടെ നിൽക്കുന്നെന്ന് വിചാരിക്കരുത്. എത്രയായാലും അത് എത്ര നന്മ ചെയ്താലും തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യപ്പെടുന്ന കുറേയേറെ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ചില തെറ്റായ ഐഡിയോളജികൾ കുഞ്ഞുനാൾ മുതലേ അങ്ങ് അടിച്ചേൽപ്പിച്ചേക്കുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് മാറ്റാനാവാത്ത തരത്തിലുള്ള സഭാവിദ്വേഷം കുത്തി നിറയ്ക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ വിട്ടേക്കുക, പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് മാത്രം വിചാരിക്കുക. കാരണം എല്ലാവരെയിൽ നിന്നും എല്ലാവരെ കൊണ്ടും എല്ലാ നന്മകളും പറയിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഒരു സ്ഥാപനം നടത്തി മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല. കഴിയുന്നിടത്തോളം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുക. ഒപ്പം തന്നെ സഭയുടെ മുഖമായി നിൽക്കുന്ന അല്ലെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് പരിഗണന കൊടുത്തു കഴിഞ്ഞ് സഭയുടെ സ്ഥാപനമാണെന്നുള്ളൊരു കാഴ്ചപ്പാട് കൊടുത്തു കഴിഞ്ഞ് ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്ന് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രൊഫഷണലിസം എല്ലാ മേഖലയിലും നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുകയും ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഈ ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുമ്പോഴാണ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പേടിക്കുമെന്നൊരു ധാരണ ഉണ്ടാവുക. നമ്മുടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജില് പ്രശ്നം ഉണ്ടായപ്പോൾ കോതമംഗലം രൂപത എടുത്ത നിലപാട് അന്തസ്സോടെ പറയാൻ പറ്റുന്ന നിലപാടാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു ആരാധനയ്ക്കുള്ള ഒരു സ്പേസ് തരത്തില്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. ആ ഒരു നിലപാട് എടുത്തു. ആ ഒരു നിലപാട് പൊതുസമൂഹം അംഗീകരിച്ചു. ആ വിവാദങ്ങൾ അവിടെ അവസാനിച്ചു എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായി കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത പലരെയും നമ്മൾ രക്ഷകരായിട്ട് നമ്മൾ കരുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാർ പണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവും എന്നുള്ളത് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. നമ്മുടെ നിലപാടുകൾ കൃത്യമാണെങ്കിൽ നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. നമ്മളുടെ ആ ഒരു മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ ആത്യന്തികമായിട്ട് അവിടെ പ്രഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ഏകരക്ഷകനാണെന്നുള്ള കാര്യം പറയുന്നതിൽ പോലും നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഒക്കെ വളഞ്ഞു പോകുന്ന ഒരു ഇതിലുള്ളത്. ഒരു അനുഭവം കൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചോളാം. ഒരു പള്ളിയിൽ കൊച്ചനായിരുന്ന കാലത്ത് ഒരു പള്ളിയിൽ ഒരു സ്കൂളില് ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയി. അപ്പൊ അവിടെ അവരുടെ ഈശ്വര പ്രാർത്ഥന, എല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടുള്ള ഒരു ഈശ്വര പ്രാർത്ഥന അവിടെ കേൾക്കുകയാണ്. ഞാനത് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ ഇത് നമുക്ക് ശരിയായ ഒരു കാര്യമല്ല. നമ്മുടെ സ്ഥാപനം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്ഥാപനമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു രക്ഷകനെ കുറിച്ച് പറയാനും കൂടെ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകാനായിട്ട് അത് ശരിയല്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മറ്റാരുടെ പേരെങ്കിലും പറയാതിരിക്കാൻ പറഞ്ഞു. അവര് പറഞ്ഞു പിള്ളേര് വരണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ മറ്റു പലർക്കും കയറി നിറങ്ങാനുള്ള അവസരമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ സ്വാധീനങ്ങൾക്ക് നമ്മുടെ മാനേജ്മെന്റുകൾ വഴിപ്പെടുമെന്ന് തോന്നി കഴിയുമ്പോൾ ഓരോ ദിവസവും ചെല്ലും തോറും നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് മറ്റു പല ശക്തികളും കയറി ഇങ്ങോട്ടിരിക്കും. കയറി അവരിങ്ങനെ എന്താ പറയുക, നാട്ടുഭാഷ പറഞ്ഞാൽ കയറി ഇങ്ങനെ വിലകിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തപ്പെടും. അതുപോലെ നമ്മുടെ പല സ്ഥാപനങ്ങളിലും ഇപ്പൊ തിരുത്തി വരുന്നുണ്ട്, അന്യമത ആരാധനയ്ക്ക് വേണ്ടി സ്പേസ് കൊടുത്തുള്ള സ്ഥലങ്ങളുണ്ട്. ഒരിക്കൽ പോലും നമുക്ക് ഇത് പറയാനായിട്ട് കഴിയില്ല. ഒരു കാരണവശാലും അത് എന്താ പറയുക ക്രൈസ്തവ സ്ഥാപനമാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അധികാര സ്ഥാനത്തെത്തുന്നവര് മറന്നു പോരാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് ഇതിന്റെ ശുശ്രൂഷകരായിട്ട് വന്നിരിക്കുന്നവരാണ് നമ്മൾ. അത് നമ്മുടെ സഭയുണ്ടെങ്കിൽ നമ്മളുള്ളൂ, അല്ലെങ്കിൽ സഭാ മക്കളുണ്ടെങ്കിൽ നമ്മളുള്ളൂ. നമ്മുടെ ആരുടെയും അവകാശമൊന്നുമല്ല. ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ നിയോഗപ്രകാരം നമ്മളിവിടെ ആയിരിക്കുന്നു. സഭയുടെയും ഈശോയുടെയും നന്മയാണ് നമ്മളിവിടെ പ്രഘോഷിക്കപ്പെടേണ്ടതെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം കാഴ്ചപ്പാടുകളിൽ നിന്ന് പുറകോട്ട് പോയി കഴിയുമ്പോഴാണ് വീഴ്ചകൾ ഉണ്ടാവുക. അതുപോലെ ദൈവജനത്തെ മറന്നുകൊണ്ട് ഒരു സ്ഥാപനത്തിന് മുമ്പോട്ട് പോകാനായിട്ടാവില്ല. ക്രൈസ്തവ സഭയുടെ സ്ഥാപനമാണെങ്കിൽ അവിടെ ക്രൈസ്തവ മക്കളെ കൂടെ നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ നന്ദി അച്ഛാ. തീർച്ചയായിട്ടും ക്രൈസ്തവ സ്ഥാപനങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ആക്രോശങ്ങൾ, സമരങ്ങൾ, ചാനൽ ചർച്ചകൾ, അതിൻ്റെ പിന്നിലെ അജണ്ട തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു തീവ്രവാദ ശക്തികളുടെ മുൻപിലും, ഒരു അധിനിവേശ ശക്തികളുടെ മുൻപിലും, ഒരു വർഗീയ ശക്തികളുടെ മുൻപിലും
മുട്ടുമടക്കാനോ നിലപാട് പണയപ്പെടുത്താനോ ഉള്ളതല്ല ക്രൈസ്തവ സ്ഥാപനങ്ങൾ. ശക്തമായിട്ടുള്ള നിലപാട്, ക്രിസ്തീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട്, അച്ഛൻ സൂചിപ്പിച്ച വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പേരിൽ കുട്ടികൾ വിട്ടു പോകുവാണെങ്കിൽ പോകട്ടെ, അത്തരത്തിലുള്ള ധീരതയോടെയുള്ള ഒരു നിലപാടെടുക്കുവാൻ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് സാധിക്കട്ടെ. ഒപ്പം തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ കുറേ കൂടി സഭാത്മകമാക്കുവാനുള്ള ചിന്തകൾ, നടപടികൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. അങ്ങനെ ഇതെൻ്റെ സ്ഥാപനമാണ്, ഇതെൻ്റെ സ്വന്തം സ്ഥാപനമാണ് എന്ന ചിന്ത ക്രൈസ്തവർക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ഒരു ആശംസയുമായി ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ വളരെ ശക്തവും കൃത്യവും വ്യക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഫാദർ അഡ്വക്കേറ്റ് റോബിൻ പടിഞ്ഞാറേക്കുറ്റ് അങ്ങേക്ക് നന്ദി.